സർക്കാരുകളുടെ കടം അവരുടെ ഇക്കോണമിയുടെ വലിപ്പത്തിന് ആനുപാതികമായിട്ടാണ് പരിശോധിക്കപ്പെടുക. നിങ്ങളുടെ സമ്പദ്ഘടനയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങളുടെ കടം എന്നാണ് നോക്കുക. അപ്പോൾ നമ്മുടെ വരുമാനം 100 രൂപയാണ്. അപ്പോൾ നമുക്ക് 5 രൂപ കടമുണ്ട്, അല്ലെങ്കിൽ 20 രൂപ കടമുണ്ട്. അപ്പം 20% ഉണ്ട്. അപ്പോൾ 2 തരത്തിൽ ഇത് കുറയാം, കടത്തിൻ്റെ ഭാരം കുറയാം. ഒന്ന്, ഈ 20 രൂപ എടുക്കേണ്ട, നമുക്ക് നിർത്താം. അതാണ് ഈ ലളിതയുക്തിക്കാരുടെ എല്ലാം വാദം. അപ്പോൾ എന്ത് പറ്റും? സർക്കാരിന് ഇടപെടാനുള്ള കാശിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ മാർഗ്ഗം എന്താ? ഇങ്ങനെ എടുക്കുന്ന കാശ് നാളെ വരുമാനം ഉണ്ടാവാൻ പാകത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് 100 രൂപ എന്നുള്ളത് 200 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുക എക്കോണമിയുടെ വലിപ്പം. അതുകൊണ്ടാണ് പറയുന്നത്, സർക്കാരുകൾ കടമെടുത്താൽ ആ കടത്തിൽ നിന്ന് വളർന്നു ഗ്രോയിങ് ഔട്ട് ഓഫ് ഡെറ്റ് എന്നാണ് പറയുക. നോട്ട് റീപേയിങ് ഔട്ട് ഓഫ് ഡെറ്റ്. റീപേ ചെയ്തുകൊണ്ടല്ല. ഇത് മനുഷ്യർക്ക് വേഗത്തിൽ മനസ്സിലാകുന്നൊരു സംഗതിയല്ല, കുറച്ച് സാങ്കേതികത്വം നിറഞ്ഞതാണ്. അപ്പോൾ ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങൾ പെർ ക്യാപിറ്റ ഒരു കുഞ്ഞിൻ്റെ തലയിൽ ഇത്ര രൂപയുണ്ട് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സർക്കാർ എടുത്ത വായ്പയും കൂടി നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കണ്ടേ? അത് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ?